ചെറുതിലെ അടുക്കളയിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സഹായിക്കാനൊന്നുമല്ല, വല്യമ്മയുടെ അടുത്ത് നിൽക്കാൻ. അവർ മീൻ വൃത്തിയാക്കും, കറി വയ്ക്കും. ഇടയ്ക്ക് എന്നോടിങ്ങനെ ചോദിക്കും, വിശക്കുന്നുണ്ടോ? വിശപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ തരുന്ന ഭക്ഷണം ഞാൻ വാങ്ങി കഴിക്കും. കാരണം അതൊരു ഭക്ഷണമല്ലായിരുന്നു, അതവരുടെ ഒരു സ്നേഹമായിരുന്നു. ഉപ്പാപ്പ എപ്പോഴും വീടിൻ്റെ പുറത്തിരുന്ന് ആരെയെങ്കിലും കുറിച്ച് കഥ പറയും. ഞങ്ങളതെല്ലാം കേട്ട് ചിരിക്കും. അപ്പോൾ ജീവിതം വളരെ സിമ്പിളായിരുന്നു. സന്തോഷിക്കാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. വെല്ലുമ്മ, ഉപ്പാപ്പ, പഴയ വീട്, അത് മതിയായിരുന്നു സന്തോഷിക്കാൻ. ഇപ്പോൾ എല്ലാം ഉണ്ട്. ചിലപ്പോൾ തോന്നും അന്നത്തെ ആ ചെറിയ ജീവിതമായിരുന്നു വലിയ സന്തോഷം എന്ന്. അവരുള്ള ആ വീട് എന്നത് മതിലും മേൽക്കൂരയുമല്ല, നമ്മളെ കാത്തിരിക്കുന്ന ആളുകളാണ് വീട്. സ്കൂളിൽ നിന്ന് വന്നാൽ വല്യമ്മ ചോദിക്കും, ഇന്ന് എന്താ പഠിപ്പിച്ചേ? വിദ്യാഭ്യാസമുള്ള ആളൊന്നും അല്ല വല്യമ്മ, എന്നിരുന്നാലും ചോദിക്കും. ഉപ്പാപ്പ ചോദിക്കും, ഇന്ന് ആരെങ്കിലുമായിട്ട് തല്ലുപിടിച്ചോ? ആർക്കും വലിയതായിട്ടൊന്നും പറയാനില്ലായിരുന്നു, പക്ഷേ അവർ ചോദിക്കും. കാരണം അവർക്ക് നമ്മളാണ് വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആരും ചോദിക്കാത്ത ദിവസങ്ങളുണ്ടല്ലോ, അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളെ കാത്തിരുന്ന ആളുകളായിരുന്നു നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന്. ചില ആളുകൾ നമ്മളെ വളരെ ശാന്തമായി സ്നേഹിക്കും. പറഞ്ഞു കാണിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഓരോ ചെറിയ കാര്യത്തിലും അത് നമുക്ക് കാണാം. നമുക്കിഷ്ടമുള്ള മീൻകറിയായും, നമുക്കിഷ്ടമുള്ള പായസമായും, നമുക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവരത് ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ചിലപ്പോൾ അടുക്കളയിൽ നിശബ്ദമായി നടക്കുന്നതാണെന്ന്. വല്യമ്മയുടെ സ്നേഹം, ഉപ്പാപ്പയുടെ കരുതൽ, അത് നമ്മൾ വലിയവരായാൽ മാത്രം മനസ്സിലാകുന്ന ചില സ്നേഹങ്ങളാണ്.